തിരുപ്പതി ലഡ്ഡു വിവാദത്തിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. നെല്ലൂർ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. മായം കലർന്ന നെയ്യ് നൽകിയ ബോലെ ബാബ ഓർഗാനിക് ഡയറി ഉടമകൾ, തിരുപ്പതി ദേവസ്ഥാനം ജനറൽ മാനേജർ ഉൾപ്പെടെ 36 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഇതും വലിയ വിവാദമായ വിഷയമാണ്. ഒരു വിശ്വാസത്തിന്റെ മറവിൽ തന്നെ നടത്തിയ മറ്റൊരു തട്ടിപ്പാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരം? ദിവിഷ്, ഈ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തെ തന്നെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിനെ തന്നെ ഇളക്കിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം CBI സമർപ്പിച്ചിരിക്കുന്നത്. 2019 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ YSRCP ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തിരുപ്പതിയിലേക്ക് ഇറക്കുമതി ചെയ്ത, അല്ലെങ്കിൽ പ്രസാദം നിർമ്മിക്കുന്നതിന് വേണ്ടി, ലഡ്ഡു പ്രസാദം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നെയ്യിൽ മായം കലർന്നിട്ടുണ്ട്, കെമിക്കൽ വസ്തുക്കൾ, രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള നെയ്യാണ് അവിടെ കൊണ്ടുവന്നതെന്നായിരുന്നു ആന്ധ്രാപ്രദേശ് സർക്കാർ, ഈ NDA സർക്കാർ വന്നതിന് പിന്നാലെ ഉയർന്ന ആരോപണം. ഏതായാലും അവർ SIT രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ TTD ദേവസ്ഥാനത്തിന്റെ നിരവധി ആളുകളെ ചോദ്യം ചെയ്തു, നിരവധി ആളുകളെ പ്രതി ചേർത്തു. തുടർന്നാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ഈ കേസന്വേഷണം ഏറ്റെടുക്കുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 36 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളായി ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഈ ഉത്തരാഖണ്ഡ് ആസ്ഥാനമായിട്ടുള്ള ബോലെ ബാബ ഓർഗാനിക് ഡയറി ഫാമിന്റെ ഉടമകളായിട്ടുള്ള പൗമിൽ ജെയിൻ, ബിപിൻ ജെയിൻ എന്നീ ആളുകളെയാണ്. അതുപോലെ തന്നെ ഈ TTD ദേവസ്വത്തിന്റെ മുൻ ജനറൽ മാനേജർ ആയിട്ടുള്ള മുരളി കൃഷ്ണ ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ, TTD ദേവസ്വത്തിന്റെ അന്നത്തെ കാലത്തെ, ആ കാലഘട്ടത്തിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ തിരുപ്പതി ചെയർമാൻ ഒക്കെയായിരുന്ന സുബ്ബറാവുവിനെ ഈ കേസിൽ CBI ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം YSRCPയുടെ MP ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ഇതിൽ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശരി. തിരുപ്പതിയിലെ ലഡ്ഡുവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഈ നെയ്യ് വിതരണം ചെയ്ത ബോലെ ബാബ എന്ന ഓർഗാനിക് ഡയറി ഉടമകൾ, തിരുപ്പതി ദേവസ്ഥാനം ജനറൽ മാനേജർ അടക്കം, അവിടെയും ക്ഷേത്രം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത്.